സംഖ്യാപുസ്തകം അതിൻ്റെ 21-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യം, 21-ന്റെ 5 മുതൽ അതിൻ്റെ 4 മുതൽ ഞാൻ വായിക്കാം. പിന്നെ അവർ എദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിന്നോടും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയെടുക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്റെ മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവർ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് വീണ്ടും എന്ത് ചെയ്തു? ഓബോത്തിൽ പാളയം ഇറങ്ങി. അല്ലേ? ശരി, നമ്മുടെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇസ്രായേൽ ജനം ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ അവർക്ക് ഭക്ഷണത്തോട് കൊതിയും തോന്നി. വെള്ളം അവർക്ക് പോരാ, ഇപ്പോഴും കുടിക്കുന്നത് പോരാ എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പം വെള്ളം എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർ വിഷമിച്ചു. പിന്നെ അതുപോലെ എന്ത് ചെയ്തു? പിന്നെ സംഭവിച്ചത് പറഞ്ഞാൽ അവർക്ക് ആഹാരം, അവർ കഴിക്കുന്ന മന്ന അവർക്ക് എന്തായി തോന്നി? വെറുപ്പായി തോന്നി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാം? അവർ പിറുപിറുത്തു എന്നാണ് ദൈവവചനത്തിൽ. അവർ ദൈവസ്ഥയിൽ എന്ത് ചെയ്തു? പിറുപിറുക്കുവാരുടെ. ശരി, പിറുപിറുത്ത സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ദൈവം എന്ത് ചെയ്തു? അഗ്നിസർപ്പത്തെ അവരുടെ ഇടയിൽ അയച്ചു. അവരുടെ ഇടയിൽ അയച്ചു എന്ന് പറയുമ്പോൾ അഗ്നിസർപ്പം എവിടെ നിന്ന് വന്നു എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും. അല്ലെ? അഗ്നിസർപ്പത്തെ അയച്ചു എന്ന് പറയുമ്പോൾ എവിടെ വന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അത് എവിടെന്നെങ്കിലും ദൂരെ നിന്ന് വന്നതല്ല. അഗ്നിസർപ്പം എന്ന് പറയുന്നത് സാധാരണ മരുഭൂമിയിൽ മണലിന്റെ അടിയിൽ എന്ത് ചെയ്യുന്നതാണ്? അടിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു സർപ്പമാണ് അഗ്നിസർപ്പം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണിന്റെ അകത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ചാടി വന്ന് ആൾക്കാരെ എന്ത് ചെയ്യുന്നത്? കടിക്കുന്നത്, മൃഗങ്ങളെയൊക്കെ കടിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പല്ലി, എലി അതുപോലത്തെ ജീവികളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് ചാടി എന്ത് ചെയ്യും? അത് പിടിച്ച് കടിക്കാൻ ഇടയായി തീരും. അപ്പൊ ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം ചെയ്ത ഒരു കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം ഇതുപോലെ അവരുടെ കാലിന്റെ അടിയിൽ എന്തുണ്ട്? അഗ്നിസർപ്പങ്ങളുണ്ട്. അവിടെ പാറകളുടെ വിള്ളലും ചെറിയ ചെറിയ ഈ പുൽച്ചെടികളുടെ ഇടയിൽ എന്തുണ്ട്? തേളുകളും ഉണ്ട്, പാമ്പുകളും ഉണ്ട്, തേളുകളും ഉണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്തിരുന്നില്ല? അവരെ പുറത്ത് വന്ന് കടിച്ചിരുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഇവര് പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊരു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നിന്ന് അഗ്നിസർപ്പം വന്ന് എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തെ കടിക്കാനിടയായി. ഹല്ലേലൂയ. അപ്പൊ ഇത് കടിച്ച സമയത്ത് ഇനിയാണ് സംഭവം എന്ന് പറഞ്ഞാൽ കുറെ പേര് മരിച്ചു. പക്ഷെ കുറെ പേര് എന്ത് ചെയ്താണ്? മരണവും ജീവനിന്റെ ഇടയിലാണ്. അപ്പൊ ഇതിന്റെ നടുവിലാണ് ജനമെല്ലാം പോയി മോശയെടുത്ത് ക്ഷമ ചോദിക്കുന്നത്. അപ്പൊ ക്ഷമ ചോദിക്കുന്ന ഉടനെ ദൈവം മോശയെടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. അപ്പൊ ദൈവത്തോട് ക്ഷമ ചോദിച്ച ദൈവം എന്ത് ചെയ്യും? ദൈവത്തോട് ക്ഷമ ചോദിച്ച ദൈവം എന്ത് ചെയ്യും? അപ്പൊ മോശ ക്ഷമിച്ചു. ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ദൈവം എന്ത് ചെയ്യുന്നു? ക്ഷമിക്കും. ആ കാര്യം മറന്നുപോലെ. അപ്പൊ ക്ഷമിച്ചു. പക്ഷെ ഇനി അടുത്ത് എന്ത് ചെയ്യണം? അഗ്നിസർപ്പത്തെ ദൈവം നീക്കണം. അല്ലെ? അഗ്നിസർപ്പത്തെ നീക്കുക മാത്രമല്ല, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ എന്ത് ചെയ്യാൻ പാടില്ല? മരണത്തോട് മല്ലിട്ട് കിടക്കുന്നവർ ഇനി എന്ത് ചെയ്യാൻ പാടില്ല? മരിച്ചു വിടാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ക്ഷമിച്ചു, മോശയും ക്ഷമിച്ചു. ഇനി അടുത്ത കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ നോട്ടം എന്തിലോട്ട് നോക്കാൻ പറഞ്ഞറിയാ? ഒരു താമ്ര സർപ്പത്തിലോട്ട് നോക്കാൻ പറഞ്ഞു. താമ്ര സർപ്പത്തെ ഒരു കൊടിമരത്തിൽ തൂക്കിയത് പോലെയാണ് ദൈവം ഇട്ടത്. അത് ഇടാൻ പറഞ്ഞു. അതെന്തിനാണ് ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താമ്ര സർപ്പത്തിന് എന്തില്ല? ജീവനില്ല. താമ്ര സർപ്പത്തിന് എന്തില്ല? ജീവനില്ല. 2, അതിനെ ഒരാൾ എടുത്തോണ്ട് പോകാതെ അത് അനങ്ങത്തുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർജീവമായി കിടക്കുന്ന ഒരു താമസർപ്പത്തിന്റെ ബലം എന്ത് ചെയ്തു പോയി? നിർജീവമായി പോയി. അതിന്റെ ശക്തി എന്ത് ചെയ്തു പോയി?
ക്ഷയിച്ചു പോയി. അതിന്റെ ബലം എന്ത് ചെയ്തു പോയി? തകർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ താഴെ എന്ത് ചെയ്യുകയാണ്? അഗ്നി സർപ്പങ്ങൾ ഇങ്ങനെ മണലിനിടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. പക്ഷെ ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ താഴോട്ട് നോക്കണ്ട. എങ്ങോട്ട് നോക്കാൻ പറഞ്ഞു? അതിന്റെ ബലം ക്ഷയിച്ചു എന്നതിനെ നോക്കാൻ പറഞ്ഞു. അതിന്റെ എന്നുവെച്ചാൽ നിർജീവമായി കിടക്കുന്ന താമ്രസർപ്പത്തെ നോക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ തകർന്നിരിക്കുന്നു എന്നതില്ല. അതാണ് ക്രൂശിന്റെ ശക്തി എന്ന് പറയുന്നത്. ക്രൂശിന് യേശു എന്ത് ചെയ്തു? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധങ്ങളെ വഹിപ്പിച്ച്, അല്ലെ, പിശാചിന്റെ തലയെ തകർത്ത്, ഹല്ലേലൂയ, പിശാചിന്റെ ബലത്തെ തകർത്ത് എന്ത് ചെയ്തു? ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയൂ. അപ്പൊ ജയം എന്ത് ചെയ്തു? യേശു കർത്താവ് എന്ത് ചെയ്തു? ജയം. അപ്പൊ അതുകൊണ്ടാണ് എല്ലായിടത്തും എങ്ങോട്ട് നോക്കാൻ പറയുന്നത്? കാൽവരി ക്രൂശിലോട്ട് നോക്കാൻ പറയുന്നത്. കാരണം പക്ഷെ യേശു കർത്താവ് ഇന്ന് ഇരിക്കുന്നത് എവിടെയല്ല? കാൽവരി ക്രൂശിലല്ല. പക്ഷെ യേശു കർത്താവ് ഇരിക്കുന്നത് എവിടെയാണ്? സിംഹാസനത്തിലാണ്. അല്ലെ, യേശു കർത്താവ് സ്വർഗത്തിലെ സിംഹാസനത്തിലായിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ക്രൂശിലോട്ട് നോക്കാൻ പറയുന്നത്? കാരണം ക്രൂശ് എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന പാപത്തിന്റെയും ശാപത്തിന്റെയും എല്ലാ കെട്ടും പൊട്ടേണ്ടതിന് പിശാചിന്റെ അധികാരത്തെ തകർത്തു എന്നതിനെ വെളിപ്പെടുത്തുന്നതാണ് കാൽവരി ക്രൂശ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കാൽവരി ക്രൂശിലോട്ട് നോക്കുന്ന സമയത്ത് മനുഷ്യന്റെ പാപങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? ക്ഷമിക്കപ്പെടുന്നു, അല്ലെ? അതുപോലെ പിശാച് എവിടെയൊക്കെ ബന്ധിച്ചിട്ടിരുന്നു ആ കെട്ടുകളെല്ലാം എന്ത് ചെയ്യുന്നു? പൊട്ടിമാറുന്നു. കാരണം കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നമുക്ക് വിടുതലിന് വേണ്ടുന്നതെല്ലാം കർത്താവ് ക്രൂശിൽ എന്ത് ചെയ്തു? ചെയ്തതിനാൽ. ഹല്ലേലൂയ. പിശാചിനെ പരാജയപ്പെടുത്തിയതിനാൽ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? വിടുതലുണ്ടാകും, അല്ലെ? അപ്പൊ അവിടെ സംഭവിച്ച ആ മരുഭൂമിയിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആൾക്കാരുടെ ശരീരത്തിലേക്ക് ശക്തമായ വിഷമാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? പ്രവഹിച്ചുകൊണ്ടിരുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തുവാണ്, അണലി പോലത്തെ ഒരു പാമ്പാണ് മരുഭൂമിയിലൊക്കെ ഉള്ളത്. അണലി പോലുള്ള. അണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് എന്ത് ചെയ്യുന്നതാണ്? കടിക്കുന്നതാണ്. നിമിഷ നേരം കൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന പോലെ തോന്നും, പക്ഷെ 2 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാതെ ദൂരെ നിൽക്കുന്ന ആളുടെക്കിലേക്ക് ചാടി വന്ന് എന്ത് ചെയ്യും? കടിക്കാൻ കഴിവുള്ളതാണ് അണലി. ഇങ്ങനെ നിൽക്കുന്നതല്ല, ഇങ്ങനെ ഇരിക്കുന്നതാണ് തല. അതിങ്ങനെ പെട്ടെന്ന് വന്ന് എന്ത് ചെയ്യും? വാ വന്ന് പെട്ടെന്ന് വന്ന് കടിക്കുന്ന ഒരു സാധനം. ഹല്ലേലൂയ. അതിനോട് അഗ്നി സർപ്പം എന്ന് പറഞ്ഞത്. അഗ്നി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് തെറിച്ച് വന്ന് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് വന്ന് കടിക്കുന്നതായതുകൊണ്ട്, പെട്ടെന്ന് സ്പീഡിൽ വരുന്നത്. അതുകൊണ്ടാണ് അഗ്നി സർപ്പം എന്ന് പറയാം. ഹല്ലേലൂയ. പെട്ടെന്ന് വന്ന് നേടി. അപ്പൊ ഇതില് വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്. പക്ഷെ ഈ വിഷം പോലും നോക്കാൻ പറഞ്ഞ് ആ താമ്രസർപ്പം തകർക്കപ്പെട്ടു എന്നതിന്റെ കാഴ്ചപ്പാടിലോട്ട് നോക്കാൻ പറഞ്ഞപ്പോ ആൾക്കാരുടെ ശരീരത്തിലോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന വിഷാംശത്തെ എന്ത് ചെയ്തു? അത് വലിച്ചെടുത്തു എന്നുള്ളതാണ്. ശരീരത്തിലോട്ട് വിഷാംശം ശരീരത്തിൽ കയറി എന്ത് ചെയ്യും? അതുടനെ തലച്ചോറിനെ ബാധിക്കും, അല്ലെ? ഹാർട്ടിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഓരോ അവയവങ്ങളായി എന്ത് ചെയ്യും? ഈ വിഷം എന്ത് ചെയ്യും? ഓരോന്നിന്റെ മേലും എന്ത് ചെയ്യും? ബാധിക്കാനായി തുടങ്ങും, അല്ലെ? ഓരോന്നിന്റെ മേലും ബാധിക്കാനായി തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോശങ്ങൾ എന്ത് ചെയ്യും? നശിക്കാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും? ശരീരം പല കളറുകളിലൊക്കെ ആയിത്തീരും. ചില ഇടങ്ങളിൽ പല കളറിലൊക്കെ ആവുന്നത് അതുകൊണ്ടാണ്. കോശങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് കൊണ്ടാണ്? നശിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. പക്ഷെ ആ വിഷാംശത്തെ മുഴുവൻ ഈ തകർക്കപ്പെട്ട താമ്രസർപ്പം തകർക്കപ്പെട്ടു, അതിന്റെ ബലം ക്ഷയിച്ചിരിക്കുന്നു, അതിനെ നമ്മുടെ കയ്യിൽ ഒതുക്കിയിരിക്കുന്നു എന്നതിനെ നോക്കാൻ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞതുപോലെ അത് കേട്ടപ്പോ എന്തൊരു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലെ വിഷാംശം പോലും എന്ത് ചെയ്തു പോയി? പുറത്തേക്ക് അത് വലിച്ചെടുത്തു എന്നുള്ളതാണ്. ഇത് നമ്മൾ ആ കാൽവരി ക്രൂശിലോട്ട് നോക്കി. കാൽവരി ക്രൂശിലേക്ക് തകർക്കപ്പെട്ടപ്പോ എന്തൊക്കെയാ സംഭവിച്ചത്? നമുക്കറിയാവുന്നത് പോലെ എവിടെയാണ്? യെശയ്യാവ് 53-ന്റെ 4-5 വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാവ് 53-ന്റെ 4-5. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അടുത്ത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അതിക്രമത്തെ അവൻ മുറിവേറ്റും
അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശുവിന്റെ മേലായി. അടുത്ത് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അപ്പൊ നമ്മൾ ആ കാൽവരി ക്രൂശിലോട്ട് നോക്കുമ്പോൾ വിശേഷിച്ച് നമ്മള് 21 ദിവസം ദൈവസന്നിധിയിൽ ആയിരുന്നുകൊണ്ട് 1 മണി 10 തൊട്ട് 1 മണി വരെ, 10-10:30 തുടങ്ങി 1 മണി വരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു വെച്ച് കഴിഞ്ഞാൽ അതിന് ലാസ്റ്റ് ദിവസം കർത്തൃമേശ എടുക്കുമ്പോൾ നമുക്കതിന്റെ വിടുതൽ അനുഭവിക്കാൻ പറ്റും. പക്ഷെ അതേസമയം നമ്മൾ ഇന്ന് നമ്മൾ ഈ ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ആ കാൽവരി ക്രൂശ് മുഖാന്തരമായി നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ ഏതെങ്കിലും മേഖലയിൽ പിശാച് എന്തെങ്കിലും ആവശ്യമില്ലാതെ ശരീരത്തിൽ ഇൻജക്ട് ചെയ്ത് കയറ്റിയെങ്കിൽ ഹല്ലേലൂയ അല്ലെ, യേശു എന്തായി മാറി? കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, രൂപഗുണമില്ല, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവരെന്തായി പോയി? വിരൂപമായി പോയി അല്ലെ. മനുഷ്യവർഗത്തിന്റെ പാവവും ശാപവും രോഗവും എല്ലാം വന്നപ്പോൾ യേശു എന്തായി മാറി? വിരൂപമായി മാറി. നമ്മളെ എന്തെങ്കിലും രീതിയിൽ വിരൂപമാക്കാൻ വേണ്ടി പിശാച് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷാംശം മുഴുവൻ എന്ത് ചെയ്യുകയാണ്? നമ്മളിൽ നിന്ന് മാറി പോവുകയാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ദുഷ്ടായവൻ ഏതെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞ് ഏതെങ്കിലും രോഗമോ ഭാരമോ ബന്ധനമോ ഏതെങ്കിലും രീതിയിൽ കൊണ്ടിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടുകളെല്ലാം കാൽവരി ക്രൂശ് മുഖാന്തരം എന്ത് ചെയ്യപ്പെടുകയാണ്? തകർക്കപ്പെടുകയാണ്. അതാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലേ, ഞാൻ നേരത്തെ ഇവിടെ അമ്മയുടെ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലൂടെ കർത്താവ് കടന്നുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദൈവവചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നതിന് 2-3 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, ദൈവവചനം എന്ത് ചെയ്യുക? കേൾക്കുക. ദൈവവചനം എന്ത് ചെയ്യുക? കേൾക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം എന്ത് ചെയ്യുക? ഗ്രഹിക്കുക. ദൈവവചനം എന്ത് ചെയ്യുക? ഗ്രഹിക്കുക. ഈ സ്റ്റെപ്പ്മാർക്ക് കേൾക്കുക, പിന്നെ എന്ത് ചെയ്യുക? ഗ്രഹിക്കുക. ഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചന സത്യം അങ്ങനെയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ട ഒരു സമയവും വരും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സംശയം തോന്നുന്നു, നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കണം, അത് പഠിച്ചു നോക്കണം എന്ന് തോന്നുകയാണ്. അത് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? പഠിച്ച് ഗ്രഹിച്ച് എന്ത് ചെയ്യുകയാണ്? അതിനെ മനസ്സിലാക്കുകയാണ്. അപ്പൊ കേൾക്കുന്ന പോലെ സത്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നോണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചോളും. അല്ലാതെ സംശയം തോന്നുന്നതിന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പൊ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. 3, എന്ത് ചെയ്യണം? അതിനെ വിശ്വസിക്കണം. അതിനെന്ത് ചെയ്യണം? വിശ്വസിക്കണം. 4, അതിനെന്ത് ചെയ്യണം? ജീവിതത്തിൽ അതിനെ അപ്ലൈ ചെയ്യണം, അതിനനുസരിക്കണം. ജീവിതത്തിൽ എന്ത് ചെയ്യണം? ആ വചനപ്രകാരം വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഹല്ലേലൂയ. ശരി. അപ്പൊ അതുപോലൊരു കാര്യം ഇവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവത്തിന്റെ വിടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രാപിക്കാനായി കഴിയുമെന്ന് എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇതില് സങ്കീർത്തനക്കാരനായ ദാവീദ് 51-ാമത്തെ സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, ഹല്ലേലൂയ, 51-ാമത്തെ സങ്കീർത്തനം, ദൈവത്തിന് സ്തോത്രം, 51-ാമത്തെ സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ അത് വായിച്ചേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ശരി. സംഖ്യാപുസ്തകം 21 നമ്മൾ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചായവൻ ഏതൊക്കെയോ മേഖലയിൽ ആവശ്യമില്ലാത്തതിനെ കടത്തിവിട്ടതിനെ എന്ത് ചെയ്യുകയാണ്? വലിച്ചെടുത്ത് മാറ്റുന്നതാണ്. അല്ലേ അല്ലേ പൂർണ്ണമായി ഒരു നീക്കം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ആഗ്രഹമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ പണിയപ്പെടുന്ന ഒരു അനുഭവമാണ്. അല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം സജിപാസ് ചർച്ചിൽ പറഞ്ഞത് നമ്മുടെ രാജ്യം അല്ലെ, നമ്മുടെ ദേശങ്ങളെല്ലാം രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് സജിപാസ് ചർച്ചിൽ പറയാനിടയായി. അപ്പൊ അവിടെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ പൗലോസ് ഒരിടത്ത് ദൈവവചന ശുശ്രൂഷിക്കുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയെ നോക്കിയിട്ട് ആര് പറഞ്ഞതാണ്? പൗലോസിന്റെ ശുശ്രൂഷയെ നോക്കിയിട്ട് ആൾക്കാര് പറഞ്ഞ ഒരു കാര്യം, ഈ അപ്പോസ്തലപ്രവൃത്തി 17-ന്റെ 6-7 വാക്യം വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 17-ന്റെ 6-7 വാക്യം. യാസോനെയും
ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ നടുവിലേക്ക് ഇഴച്ചുകൊണ്ട് ചെന്നിട്ട് പറഞ്ഞെന്താണ്? ഈ ലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി, യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചോളൂ, അവിടെ ഭൂലോകത്തെ കലഹിപ്പിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദത്തിന് ഇംഗ്ലീഷ് പറയുന്നത് the people those who turned the world upside down എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ തലകീഴായി മറിച്ചവർ ഇവിടെയും വന്നു. ഭൂമിയെ തലകീഴായി മറിച്ചവർ എന്നാണ് പൗലോസിനെയും കൂടെയുള്ളവരുടെയും സുവിശേഷത്തെ കുറിച്ച് പറയുന്നതാണ്. ഭൂലോകത്തെ തലകീഴായി മറിച്ചവർ. ശരി, പക്ഷെ അവരുടെ ചിന്ത അനുസരിച്ച്, ആൾക്കാരുടെ ചിന്ത അനുസരിച്ച് അവര് ഭൂലോകത്തെ തലകീഴായി മറിക്കുന്നവരായിട്ടാണ് അവർക്ക് തോന്നിയതെങ്കിലും യഥാർത്ഥത്തിൽ സത്യാവസ്ഥ കിടക്കുന്നതെന്ന് പറയുന്നത് മുമ്പേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയില് അല്ലെ നമ്മുടെ സമൂഹത്തില് കടന്നു പോകുന്ന ഒരു സിസ്റ്റമുണ്ട്. ആൾക്കാർ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമുണ്ട്. ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിന്റെ ഇടയിലൂടെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. അല്ലെ, ആൾക്കാരെല്ലാം കടന്നു പോകുന്ന അതിൻ്റെ നടുവില. പക്ഷെ ഇതിന്റെ നടുവില് ദൈവവചനത്തിന് വിരുദ്ധമായ കുറെ സിസ്റ്റങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഭൂമിയിൽ, അല്ലെ നമ്മുടെ ദേശങ്ങളിൽ ഫ്രീഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. പലതിനും എന്ത് ചെയ്തിട്ടുണ്ട്, പല സിസ്റ്റങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, തുറന്നു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആൾക്കാർക്ക് അവർക്ക് ചോയ്സ്, ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പോകാമെന്നുള്ള ഇത്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ യഥാർത്ഥത്തില് ദൈവം എന്ത് സിസ്റ്റമാണോ ദൈവവചനത്തിനകത്ത് വച്ചേക്കുന്നത്, ആ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് നന്മയായ സിസ്റ്റം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ദൈവത്തിനെ ആരാധിക്കുന്നതും ദൈവവചനം കേൾക്കുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ദഹിക്കുന്ന ആഹാരമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം എന്തുവാണ്, നമ്മള് കണ്ടെത്തിയ കർത്താവ് ജീവനുള്ള കർത്താവ് ആയതുകൊണ്ട് ആ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ നമുക്ക് എന്തോ തോന്നിയേ? ഒരു ഭയങ്കര സമാധാനം ഫീൽ ചെയ്തു, അല്ലെ? കർത്താവിനെ കണ്ടുമുട്ടിയ അന്ന് പോലെ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടായി? ഞാൻ എൻ്റെ യഥാർത്ഥ കർത്താവിനെ കണ്ടുമുട്ടിയെന്നും ആ യേശു എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചു. കാരണം നമുക്ക് പേടി തോന്നിയില്ല. ഒരു യജമാനൻ എന്ന് വെച്ചാൽ ആരാണോ എന്നെ സൃഷ്ടിച്ചത് ആ കർത്താവിന്റെ കയ്യിലാണ് ഞാനെന്ന ഒരു ബോധ്യം അവരവർക്കുണ്ടായി, അല്ലെ? അപ്പോഴാണ് നമുക്ക് സമാധാനം, ഒരു വലിയ സേഫ്റ്റി നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുപോലെ ദൈവവചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ, നമ്മൾ അതിനെ കേൾക്കുമ്പോൾ ആ ദൈവവചനം നമ്മുടെ ആത്മാവിലേക്ക് എന്ത് ചെയ്യണം? അലിഞ്ഞു ചേരുകയാണ്. കാരണം അത് ആരുടെ വചനമാണ്? നമ്മുടെ കർത്താവിന്റെ, നമ്മുടെ നാഥനായിരിക്കുന്ന, നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന, നമ്മുടെ യഥാർത്ഥ കർത്താവിന്റെ ആഹാരമായതുകൊണ്ട് അത് എത്രത്തോളം കഴിക്കുമ്പോഴും നമുക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ ഉള്ളില് ഭയങ്കരമായ സന്തോഷമാണ് തോന്നുന്നത്. നമ്മുടെ അലിഞ്ഞു ചേരും. മനസ്സിലായി? ആവശ്യമില്ലാത്ത ആഹാരമല്ല കഴിക്കുന്നതെന്നും അത് എന്നിൽ എന്ത് ചെയ്യണം? അലിഞ്ഞു ചേരുകയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. അത് അല്ലെ ദൈവവചനത്തിന്റെ പ്രത്യേകതയാണെങ്കിൽ അത് നമ്മുടെ ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും ജീവിതത്തിലും അതൊന്നുണ്ടാകും. അതിൻ്റെതായ മാറ്റം ഉണ്ടാകുമെന്ന് ദൈവവചനത്തിൽ എന്ത് ചെയ്യുകയാണ്? വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം ദൈവം വച്ചിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് മനുഷ്യന് ശരിയായി ഉൾക്കൊള്ളാൻ പറ്റുന്നതും അതിനെ ശരിയായി അനുസരിച്ച് മുമ്പോട്ട് പോയാൽ നന്മയ്ക്ക് നിതാന്തമായതാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥത്തില് എന്തുകൊണ്ടാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതിനു വേണ്ടിയാണ് എന്ത് ചെയ്തത്? കീഴ്മേൽ മറിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ സിസ്റ്റങ്ങൾ മുകളിലുണ്ടായിരുന്നു. ആ സിസ്റ്റത്തെ അടിച്ചുടച്ചുകൊണ്ട് നല്ല യഥാർത്ഥ സിസ്റ്റം എന്ത് ചെയ്യാണ്? നമ്മള് മുകളിൽ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ആവശ്യമില്ലാത്തതിനെ നീക്കം ചെയ്യുന്നു, ആവശ്യമുള്ളതിനെ എന്ത് ചെയ്യുന്നു? പണിയുന്നു. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനത്തില്. അപ്പം ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രക്ഷയുടെ സന്തോഷം എന്ത് ചെയ്യണമേ? തിരികെ തരണം. അപ്പൊ ഇതിലെല്ലാം എങ്ങനെയാണോ നമ്മൾ ആകേണ്ടത് ആ രീതിയിലേക്ക് എന്ത് ചെയ്യുകയാണ്? നമ്മളെ മടക്കി കൊണ്ടുവരികയാണ് ദൈവം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ എപ്രകാരമാകണമെന്ന് ദൈവം കണ്ടിരുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രീതിയിൽ കൊണ്ടുവരുന്നതാണ് ദൈവവചനവും സുവിശേഷവും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതെന്നുള്ള കാര്യം ദയവായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ആൾക്കാരുടെ ശരീരത്തിന് വിഷാംശം ആവശ്യമില്ല, പക്ഷേ ആ താമസർപ്പം കടിച്ചപ്പോൾ വിഷാംശത്തെ എടുത്തു മാറ്റിയതുപോലെ കാൽവരി ക്രൂശ് നമ്മുടെ ജീവിതത്തിന്റെയും ആവശ്യമില്ലാത്തതിനെല്ലാം എന്ത് ചെയ്യുന്നു, വലിച്ചെടുത്ത് പുറത്തു കളയുന്നു. മനസ്സിലായി, നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് 51 സങ്കീർത്തനം അതിന്റെ 12 വാക്യത്തിൽ വായിച്ചത് നമ്മളിപ്പോ വായിച്ചു. എന്തുവാണ്? രക്ഷയുടെ സന്തോഷം നീ എനിക്ക് എന്ത് ചെയ്യണമേ, മടക്കിയരെ തിരികെ തരയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ അങ്ങയുടെ ആത്മാവിനാൽ എന്ത് ചെയ്യണമേ, എന്റെ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഹല്ലേലൂയ. അപ്പൊ നമ്മെ തിരികെ കൊണ്ടുവന്ന് യഥാർത്ഥമായി പണിയുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് നമ്മളിൽ ദൈവം ചെയ്യുന്നതെന്നുള്ള കാര്യം ദയവായിട്ട് മനസ്സിലാക്കണം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 10-11 വാക്യം ഒന്ന് നോക്കി. 1 പത്രോസ് 5-ാം അധ്യായം 10-11 വാക്യം ഞാൻ വായിക്കാം. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ആ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. മനസ്സിലാകുന്നത്? കർത്താവ് എന്തെങ്കിലും അനുവദിക്കുന്നെങ്കിൽ അതെന്താണ്, അല്പകാലത്തേക്കായിരിക്കും എന്തെങ്കിലും കഷ്ടം ദൈവം അനുവദിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ അടുത്ത ദൈവം എന്തോ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഒരു കാര്യം അനുവദിച്ച ദൈവം അടുത്തെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്, സർവ്വകൃപാലുവായ ദൈവം. അല്ലെ, ദൈവത്തോട് അടുത്ത് വരാനാണ് ദൈവം നമുക്ക് അവസരം തരുന്നത്. എന്തിനു വേണ്ടിയാ? നമ്മൾ കൂടുതൽ കർത്താവിനോട് അടുത്ത് ചെല്ലാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, അപ്പൊ കർത്താവ് സർവ്വകൃപാലുവായ ദൈവം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, നിത്യജേസനെ വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം എന്ത് ചെയ്യും, യഥാസ്ഥാനപ്പെടുത്തി, ആ കാര്യം മറന്നുപോലെ, യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചെന്ത് ചെയ്യും, ശക്തീകരിക്കും. യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചെന്ത് ചെയ്യും, ശക്തീകരിക്കും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കുന്നത്. ഇരമ്യാവ് 29:11 ഇരമ്യാവ് 29:11 ഹല്ലേലൂയ. നമുക്കറിയാം വാക്യം 29:11 വായിച്ച്. ഇരമ്യാവ് 29:11 29:11 ഇരമ്യാവ് 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ആ പദം കണ്ടോ? എന്തുവാണ്? ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള നിരൂപണങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല, തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് താഴെ പറഞ്ഞിരിക്കുകയാണ്, ദൈവസന്നിധി ചെന്ന് എന്ത് ചെയ്യാൻ, പ്രാർത്ഥിക്കുക. അല്ലേ? ദൈവസന്നിധി ചെന്ന് എന്ത് ചെയ്യാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു വിഷയത്തിന് നടുവിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവ് എന്നെക്കുറിച്ച് ഇനിയും അങ്ങേക്ക് ശുഭപ്രതീക്ഷയുണ്ടോ, ശുഭഭാവി അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കി. കർത്താവ് 100% പറയും, എന്തുവാണ്, എനിക്ക് നിന്നിൽ എന്തുണ്ട്, ഇനിയും ഒരു ശുഭപ്രതീക്ഷ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മളിൽ പ്രവർത്തിക്കുന്നത് നിർത്തിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ പ്രവൃത്തി നിർത്തിക്കളയുന്നില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ദൈവം മുമ്പിൽ ചെന്ന ഈ വിഷയത്തെ പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നതാണ് നമ്മളിപ്പോൾ ഒരു കുറവെന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ ഭാരപ്പെടുത്തിയിരുന്ന ആ വിഷയം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ദൈവം മുമ്പിൽ ചെന്ന് നിൽക്കുന്നില്ല എന്നതാണ് കുറവ്. പക്ഷെ നിങ്ങൾ ബൈബിളിൽ നിങ്ങൾ നോക്കി, ആരൊക്കെ ദൈവസന്നിധി വിഷയങ്ങളുമായി ചെന്ന് നിന്നിട്ടുണ്ടോ അവരുടെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവം അനുകൂലമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ദൈവം അനുകൂലമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു വഴി തുറന്നിട്ടുണ്ട്.
അവസരങ്ങൾ തുറന്നിട്ടുണ്ട്, പോസിബിലിറ്റീസ് ദൈവം തുറന്നിട്ടുണ്ട് അല്ലേ. അവസരങ്ങൾ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? തുറന്നിരിക്കുക. ആരൊക്കെ ദൈവം മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ദൈവസന്നിധിയിൽ എപ്പോഴൊക്കെ നമ്മൾ ചെന്ന് നിന്ന് നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ ദൈവം മുമ്പിൽ ഇറക്കി വെച്ചാൽ ദൈവത്തിന് പറയാൻ എന്തുണ്ട്? ഒരു മറുപടി ഉണ്ട്. ആ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എനിക്ക് നിന്നിൽ എന്തുണ്ട്? പ്രതീക്ഷ ഉണ്ട് എന്നതാണ് ദൈവത്തിന്റെ വാക്കെന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാരണം നന്മയ്ക്ക് എത്രയുള്ള നിരൂപണങ്ങളാണ് ദൈവത്തിന്റെ നിരൂപണങ്ങൾ, തിന്മയ്ക്കായുള്ളവ അല്ലേ അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാരണം നമ്മൾ ദൈവത്തിന്റെ കയ്യില് ഒരു കുശവൻ ഒരു പാത്രം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പം അത് ദൈവം പറഞ്ഞു, ഇസ്രായേൽ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് ദൈവം പറഞ്ഞു അല്ലേ. അവിടെ നമുക്കറിയാം ആ പാത്രത്തെ ആ കുശവൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം കുശവന്റെ കയ്യിൽ വെച്ചത് എന്തായി? കേടായിപ്പോയി. ഇപ്പം ഒരു പാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കേടാവണമെങ്കിൽ ഒന്നേ അത് ആരുടെ മിസ്റ്റേക്കാണ്? ഉണ്ടാക്കുന്ന കുശവന്റെ മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ ആ പാത്രം എന്ത് ചെയ്തിട്ടില്ല? മര്യാദയ്ക്ക് അടങ്ങി ഇരുന്ന് കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇപ്പൊ കുശവന്റെ ഭാഗത്ത് ഒന്നും ഉണ്ടാവത്തില്ല, എന്തായാലും തെറ്റുണ്ടാവത്തില്ല. കാരണം നമുക്കറിയാം ആ കുശവൻ എന്ന് പറയുന്നത് ആരാണ്? ദൈവത്തിന്റെ കരം പോലെയാണ്. ദൈവത്തിനെ കുറിച്ചാണ് ഇവിടെ റിപ്രസെന്റ് ചെയ്ത് പറയുന്നത്. ദൈവത്തിന്റെ ഭാഗത്ത് എന്തായാലും എന്ത് ചെയ്യാൻ പോകുന്നില്ല? ഒരു കുറവുണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്തുള്ള കുറവാണ്? ആ കളിമണ്ണിന്റെ കുഴപ്പമാണ്, ആ പാത്രത്തിന്റെ അതേ കളിമണ്ണിന്റെ കുഴപ്പമാണ് ഈ കുഴപ്പം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുശവൻ ഇങ്ങനെ ഈ കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ഈ പാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? എന്തോ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനക്കം അനങ്ങി എന്ത് ചെയ്തു? ഷേപ്പ് മാറി, കേടായി, കയ്യിൽ ചീത്തയായിട്ടു. ഹല്ലേലൂയ. പക്ഷെ ഇതിന് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹി നെവർ ഗിവ് അപ്സ് ഓൺ മീ, ഓൺ us അല്ലെ. അവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ മടുത്തു പോകുന്നില്ല. ഹല്ലേലൂയ. നമ്മിൽ പ്രവർത്തിക്കാൻ ദൈവത്തിനൊരു അവസരം കിട്ടിയാൽ വീണ്ടും പണിയാതെ ദൈവം വിടുന്ന ദൈവമല്ല. പണിയാൻ അവസരം കിട്ടിയാൽ കർത്താവ് എന്ത് ചെയ്യും? ഒരു പണിയൻ അവിടെ ചെയ്യുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അതാണ് ദൈവം ഇസ്രായേലിനെ കുറിച്ച് നോക്കിയിട്ട് പറഞ്ഞത്, നിങ്ങളെ കുറിച്ച് എനിക്ക് നിരൂപണമുണ്ട്. ഇപ്പോഴും ഈ നിരൂപണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായി ഇപ്പോഴും ദൈവത്തിന് നിരൂപണമുണ്ട്. നിരൂപണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? നിരൂപണം നിശ്ചയമായി ഉണ്ട്. അത് എന്തിനുള്ള നിരൂപണമല്ല? തിന്മയ്ക്കുള്ള നിരൂപണമല്ല. പിന്നെ എന്താണ്? നന്മയ്ക്കായുള്ള നിരൂപണമാണെന്ന് ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മൾ മുമ്പൊരിക്കൽ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് യെശയ്യാവ് 43:19 വായിച്ച്. യെശയ്യാവ് 43:19 എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് 43:19. യെശയ്യാവ് 43:19. ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ സംഭവിക്കും. അടുത്ത ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും. ശരി, അവിടെ ദൈവം പറയുന്ന ഫസ്റ്റ് കാര്യമുണ്ട്. ശരി, അപ്പം ദൈവം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നേന്ന് വായിച്ചത്, മുൻപുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ശരി, ദൈവത്തിന് മുമ്പാകെ വരുമ്പോ ദൈവം പറയുന്ന വാക്കെന്താണ്? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അടുത്ത അതിപ്പോ സംഭവിക്കും, ഉത്ഭവിക്കും. അടുത്ത നിങ്ങളത് അറിയുന്നില്ലയോ? ശരി, അപ്പൊ ദൈവഭാവം ചെന്ന് നിന്നാൽ നമുക്കത് അറിയാൻ പറ്റും. ദൈവഭാവനങ്ങൾ ചെന്ന് നിന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അറിയാൻ പറ്റും. ശരിയാണ്. ദൈവം എന്ന് പറഞ്ഞേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് എന്തെയും നദികളും ഞാൻ ഉണ്ടാക്കും. ഹല്ലേലൂയ. ശരി, നമുക്കിന്ന് ദൈവവചന ശുശ്രൂഷയുടെ മീറ്റിംഗ് നമ്മളിപ്പോൾ നിർത്തുകയാണ്. പക്ഷെ പ്രാർത്ഥന എന്തായാലും 1 മണി വരെ നമ്മൾ നടത്തും. പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇരിക്കാം, അല്ലാത്തവർക്ക് പോകാം. എന്തായാലും ഞാൻ 1 മണി വരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കും.
അപ്പോൾ എന്തായാലും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും കർത്താവിനോട് വേണം, കർത്താവെ അങ്ങേ എന്നിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി അത് നിന്നു പോയിട്ടില്ല എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അങ്ങേക്ക് എന്നെ വീണ്ടും എന്ത് ചെയ്യാൻ കഴിയും? പണിയാൻ കഴിയും. ദൈവഹിതമല്ലാതെ എന്തൊക്കെ പിശാചായവൻ കടത്തിവിടാൻ നോക്കിയോ അതെല്ലാം എന്നെ ഒന്ന് നീക്കം ചെയ്യാൻ ദൈവത്തിന് കഴിയും. മനസ്സിലാകുന്നു? കാരണം ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെ ഇല്ല. നമ്മൾ പണ്ട് ബെഥസ്ദ കുളത്തെ കുറിച്ച് നമുക്കറിയാം അല്ലേ? ബെഥസ്ദ കുളത്തിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ കുളത്തിൽ ഒരു ദൂതൻ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കുളത്തിലെ വെള്ളം എന്ത് ചെയ്യും? കലക്കും അല്ലെ? ഇളക്കുന്ന സമയത്ത് ആ കുളത്തിനകത്ത് ആദ്യം എടുത്തു ചാടുന്നവൻ, അടുത്ത പദം എങ്ങനെയാണ്? ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും എന്ത് ചെയ്യും? അവന് സൗഖ്യം വരും. അപ്പൊ എന്ത് അസുഖമാണെന്ന വിഷയമാണ്. ഹല്ലേലൂയ. അപ്പൊ ഒരു ദൂതൻ ഇറങ്ങി ദൈവത്തിന്റെ പെർമിഷനോട്, അനുവാദത്തോടെ, ദൈവം പറഞ്ഞിട്ട് ഒരു ദൂതൻ ഇറങ്ങി വെള്ളം കലക്കി ആ വെള്ളത്തിനകത്ത് ചാടുമ്പം ഒരാൾ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുന്നെങ്കിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കുന്ന കർത്താവിനെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ദൈവമക്കളാകുന്ന നമുക്ക് ദൈവത്തിന്റെ വിടുതലുകൾ വ്യാപരിക്കുകയില്ലയോ? ഹല്ലേലൂയ. അത് മരുഭൂമി പോലെ ഇരുന്ന അവിടെ ദൈവം എന്ത് കൊണ്ടുവരും? മരുഭൂമിയിൽ വഴി ദൈവം ഉണ്ടാക്കാത്തില്ല. വഴി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് മരുഭൂമിയിൽ ദൈവം എന്ത് ചെയ്യും? വഴി ഉണ്ടാകും. പിന്നെ നിർജ്ജന സ്ഥലത്ത് എന്ന് വെച്ചാൽ മരുഭൂമി പോലെ പാഴ് ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് എന്ത് കൊണ്ടുവരാൻ പറ്റും? നദിയെ പോലും ദൈവത്തിന് കൊണ്ടുവരാൻ പറ്റും. പിന്നാണ് ഒരു വലിയൊരു പ്രവൃത്തി വിടപ്പെടാൻ താമസം. ഒരുമിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എല്ലാവരും എഴുന്നേറ്റ് ഒരു നിമിഷം നിങ്ങൾ കർത്താവ് പറഞ്ഞു, കർത്താവെ അങ്ങനെ എന്നിൽ പ്രവർത്തിക്കുന്നത് അങ്ങ് നിർത്താത്തതിനായി സ്തോത്രം, എന്നെ തള്ളിക്കളയാത്തതിനായി സ്തോത്രം, എന്നെ കൈവിടാത്തതിനായി സ്തോത്രം. യേശോപ്പ, ഒരു കളിമണ്ണ് പോലെ ഞാൻ കുശവനാകുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ് കർത്താവെ. അങ്ങെന്നിൽ ആകൃതി വരുത്തിയാൽ, അങ്ങെന്നെ രൂപപ്പെടുത്തിയാൽ ആ കാൽവരി ക്രൂശിന്റെ ശക്തിയാണ് അപ്പാ എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ദൈവഹിതമല്ലാത്തത് അടിഞ്ഞു കിടക്കുന്നുവോ, ദൈവമേ തിന്മകളുടെ സ്വാധീനങ്ങൾ പ്രവർത്തിക്കുന്നുവോ, ആ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ച് ദൈവഹിതമല്ലാത്തതിനെല്ലാം അങ്ങ് നീക്കം ചെയ്താലും അത് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാവിനെ, ദേഹീയ ശരീരത്തെ, ഞങ്ങളുടെ ജീവിതത്തെ പുതിയതൊന്ന് ചെയ്യുന്നുവെന്നും പുതുതാക്കുന്നു എന്നും അങ്ങ് പറഞ്ഞതുപോലെ ഒരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആരിലും ആരാധ്യം നീ, രാജാതിരാജ. സന്തോഷാരാധിച്ചേ. ആരിലും ആരാധ്യം നീ, രാജാതിരാജ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ.